ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കും. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ ലൈൻ എ ബി 50 mm long has its end A in both horizontal plane and the vertical plane. It is inclined at 30 degree to HP and 45 degree to VP. Draw its projections. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ ബേസ് ലൈൻ വരയ്ക്കണം അല്ലേ. ബേസ് ലൈൻ ആദ്യം ബേസ് ലൈനിൽ തുടങ്ങാം. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് എൻഡ് എ ഇൻ ബോത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലും ആണ് വെർട്ടിക്കൽ പ്ലെയിനിലും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ ആയിരിക്കൂലേ അല്ലേ. ഇപ്പം നോക്കിയേ, ഇതാണ് നിങ്ങളുടെ വെർട്ടിക്കൽ പ്ലെയിൻ, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ അവർ പറഞ്ഞേക്കുക എന്താ, ലൈൻ എ ബി 50 mm ലോങ് ആസ് ഇറ്റ്സ് എൻഡ് എ ഇൻ ബോത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ രണ്ടിനും കോമൺ ആയിട്ടുള്ളത് ഈ എക്സ് ലൈനാണ് അല്ലേ. വെർട്ടിക്കൽ പ്ലെയിനിലും ഉണ്ട് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഇവിടെ ആയിരിക്കും വരിക, ഈ എക്സ് ലൈനിൻ്റെ അവിടെ ആയിരിക്കും വരിക. ആൻഡ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 30 degree to HP. 30 degree ഇൻക്ലൈൻഡ് ആണ് HP ഇരിക്കുന്നത്. ആൻഡ് 45 degree ഇൻക്ലൈൻഡ് ടു VP. VPക്ക് 45 degree ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ പോയിന്റ് നമ്മളിവിടെ സെലക്ട് ചെയ്തു അല്ലേ, ആ പോയിന്റ് സെലക്ട് ചെയ്തു. ഇനി 50 mm ലോങ് ആണ് ആൻഡ് ഹാസ് ഇറ്റ്സ് എൻഡ് എ ഇൻ ബോത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ. ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് 30 degree to HP ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, 30 degree to HPയിൽ പാരലൽ ടു VP എന്ന് ഇമാജിൻ ചെയ്തിട്ട് ഞാൻ സ്റ്റെപ്പ് പറഞ്ഞു തന്നിരുന്നു ഏതൊക്കെയാണ് സ്റ്റെപ്പ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് പാരലൽ ടു VP ഇൻക്ലൈൻഡ് ടു HP എന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ 50 mm ലോങ്ങിൽ ഞാൻ ഈ പടം ഇത് വരച്ചു. എത്ര ഡിഗ്രി ഇൻക്ലിനേഷനിൽ? 30 degree ഇൻക്ലിനേഷനിൽ ഞാൻ ആ പടം വരച്ചു അല്ലേ. ഇനി അടുത്ത സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് എന്താ, ഇതിനെ പാരലൽ ടു HP ഇൻക്ലൈൻ ടു VP ആദ്യം ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഒരു 45 degree ലൈൻ എടുത്തിട്ട് ഇങ്ങോട്ട് വരയ്ക്കും അല്ലേ. ഇതും 50, ഇത് 45 degree വരച്ചു. ഇനി എന്ത് ചെയ്യണം, ആദ്യത്തെ ലൈൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കണം അല്ലേ. ഇപ്പോൾ ടോപ്പ് വ്യൂ ഇതായിരുന്നു. ഈ രണ്ടാമത് വരച്ചതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. അപ്പോൾ ഇതായി ഫ്രണ്ട് വ്യൂ അല്ലേ. അപ്പോൾ നമ്മുടെ പോയിന്റ് ഇത് A', ഇത് B1', ഇത് B1, ഇത് ഫ്രണ്ട് വ്യൂ, ഇത് ടോപ്പ് വ്യൂ അല്ലേ. ഇനി ഇതിൻ്റെ ഇത് ടോപ്പ് വ്യൂ, ഇത് ടോപ്പ് വ്യൂ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യും, ഇതിൻ്റെ ലോക്കസ് വരയ്ക്കും, അതുപോലെ ഇതിൻ്റെ ലോക്കസും വരയ്ക്കും. ഇനി എന്താ, ഇതെടുത്തിട്ട് ഞാൻ ഇവിടെ ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇത് സെൻറ്ററായിട്ട് ഇവിടെ ആർക്ക് കിട്ടി, ഇവിടെ ഒരു പോയിന്റ് കിട്ടി. അതുപോലെ ഇത് സെൻറ്ററായിട്ട് ഇത് റേഡിയസിൽ ഇവിടെ ഇങ്ങനെ ആർക്ക് കിട്ടി. എനിക്ക് 2 പോയിന്റ് കിട്ടി. ഈ 2 പോയിന്റ് തമ്മിൽ ഈ പോയിന്റ് ശരിക്കും B', ഇത് B ആണ്. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. ഇതാണ് നമ്മുടെ എന്താ പടം. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻസ്. അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മളിപ്പോൾ 3 സ്റ്റേജിലായിട്ട് വിചാരിക്കേണ്ട അല്ലേ. ആ സ്റ്റേജ് ഞാനെന്ന് പറയും അസംഷൻ അല്ലെങ്കിൽ സ്റ്റേജസ് എന്താണ്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ലൈൻ പാരലൽ ടു VP ഇൻക്ലൈൻ ടു HP എന്ന് ഇമാജിൻ ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ പാരലൽ ടു VP ആകുമ്പോൾ നമുക്ക് ഫുൾ ലെങ്ത് കിട്ടും അല്ലേ. അല്ലെങ്കിൽ വരച്ചു ഇംഗ്ലീഷ് തട്ടി.
സെക്കൻഡ് സ്റ്റേജിൽ ലൈൻ പാരലൽ ടു എച്ച് പി ഇൻക്ലൈൻ ടു വി പി എന്ന് എടുത്തു. അതാണ് വേണ്ട. പാരലൽ ടു എച്ച് പി എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് കിട്ടും. ഇൻക്ലൈൻ ടു വി പി എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി. അത് ചെയ്തു. പിന്നെ എന്താ ചെയ്യേണ്ടത്? ലോക്കസ് വരയ്ക്കണം. ഈ ലോക്കസ് വരച്ചു, ഈ ലോക്കസ് വരച്ചു. നാലാമത് എന്ത് ചെയ്യണം? ഈ ടോപ്പ് വ്യൂ എടുത്ത് കട്ട് ചെയ്യുക. ലോക്കസ് ഇത് L1 എന്ന് കൊടുക്കാൻ പേര്, ഇത് L2. ലോക്കസ് L2. ടോപ്പ് എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്യുക. അതുപോലെ ഫ്രണ്ട് വ്യൂ എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്യുക. ഫ്രണ്ട് വ്യൂ ദെൻ കട്ട് ലോക്കസ് L2 L1. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ അസൈൻമെന്റ് നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇതാണ് സംഭവം. ഇത് ഞാൻ എഴുതി തന്നിരുന്നു വരയ്ക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. XY ലൈൻ വരച്ചു, XY ലൈൻ വരച്ചു. പിന്നെ 50 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ആദ്യത്തെ പാരലൽ ടു വി പി ഇൻക്ലൈൻറ്റേഷൻ ഇമാജിൻ ചെയ്യുക. ഇത് വരയ്ക്കുക. പിന്നെ പാരലൽ ടു എച്ച് പി ഇൻക്ലൈൻ ടു വി പി എന്ന് വിചാരിക്കുക. ഇത് വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ലോക്കസ് എടുക്കുക, ഇതിൻ്റെ ലോക്കസ് എടുക്കുക. ഈ വരച്ചതിൻ്റെ ടോപ്പ് വ്യൂ, ഈ വരച്ചതിൻ്റെ ഫ്രണ്ട് വ്യൂ, ഈ വരച്ചതിൻ്റെ ടോപ്പ് വ്യൂ എടുത്തിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്യുക. ഈ വരച്ചതിൻ്റെ ഫ്രണ്ട് വ്യൂ എടുത്തിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്യുക. ഇവിടെ ഒരു പോയിന്റ് കിട്ടും, ഇവിടെ ഒരു പോയിന്റ് കിട്ടും. അത് നമ്മൾ ഒറ്റ സ്ട്രൈറ്റ് ലൈനിൽ വരും ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഇനി വേഗം ഇത് വരച്ചോ.